നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹന അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ലോ കമലേശ്വരം സ്വദേശി സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ലാണ് അപകടമുണ്ടായത്. നെടിയ തളി ശിവക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയായിരുന്നു അപകടമുണ്ടായത്. തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം അപകടത്തിൽപ്പെട്ടു. തലയ്ക്കാണ് സുമിക്ക് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മറ്റൊരു വാർത്ത നോക്കാം. കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായത് തേങ്ങ എടുക്കാനായി തോട്ടിലിറങ്ങവേ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കോട്ടയം മീനടം സ്വദേശിയുടെ മൃതദേഹം 10-ാം ദിവസം കണ്ടെത്തി. കോട്ടയം ഈരാറ്റുപേട്ട ടീം എമർജൻസിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മീനടം കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസിന്റെ മൃതദേഹമാണ് 10 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. തോട്ടിലേക്ക് വീണ തേങ്ങ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മെയ് 31-ന് വൈകുന്നേരമാണ് ഇദ്ദേഹം തോട്ടിൽ വീണത്. കോട്ടയം മീനടം വലിയ തോടിന്റെ പുത്തൻ പുരപ്പടി മുതൽ കൊടൂരാറ്റിലെ പുതുപ്പള്ളി ഭാഗത്ത് വരെ പാമ്പാടി ഫയർഫോഴ്സിന്റെയും ഈരാറ്റുപേട്ടയിലെയും മണിമലയിലെയും ടീം എമർജൻസി കേരളയുടെയും നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. തോട്ടിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഇടയിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുള്ള അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിലാണ് 10 ദിവസത്തിന് ശേഷം മൃതദേഹം കണ്ടെത്തിയത്. തിരച്ചിലിനെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക്. അതേസമയം നമുക്ക് കോട്ടയത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടി നോക്കാം. കോട്ടയത്ത് ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ തട്ടിപ്പ്. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് പനച്ചിക്കാട് സ്വദേശിയുടെ 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തൃശൂർ സ്വദേശിയായ വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ്. ചിങ്ങവനം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ മന്നമംഗലം പുത്തൂർ തകടിപ്പുറത്ത് ജോയിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ചിങ്ങവനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ VS അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2024 ജനുവരിക്കും മാർച്ചിനും ഇടയിൽ പനച്ചിക്കാട് സ്വദേശിയായ മോനി തോമസിൽ നിന്നുമാണ് ഇയാൾ പണം തട്ടിയെടുത്തത്. മലേഷ്യൻ കമ്പനിയിൽ ക്രിപ്റ്റോ കറൻസിയുമായി നിക്ഷേപിച്ചാൽ 10 ലക്ഷം രൂപ വരെ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം പണം തട്ടിയെടുത്തത്. മോനി തോമസിന്റെയും മകന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിൽ നിന്നുമാണ് പണം കൈമാറ്റം ചെയ്തത്. എന്നാൽ സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് പണം നൽകാനാവില്ലെന്ന് അറിയിച്ചാണ് തട്ടിപ്പ് സംഘം 5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പണം നഷ്ടമായതായി തിരിച്ചറിഞ്ഞ മോനി 1930 എന്ന നമ്പറിൽ സൈബർ തട്ടിപ്പ് സംബന്ധിച്ചുള്ള കോൾ സെന്ററിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ ചിങ്ങവനം പോലീസിന് കേസ് കൈമാറി. ചിങ്ങവനം പോലീസ് സംഘം മോനിയുടെ മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് തൃശൂരിലെ പ്രതിയുടെ താമസ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ചിങ്ങവനം SHO VS അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം SI സജി MB, CPO പ്രിൻസ്, അരുൺ, റിങ്കു എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. കേസിൽ ഒരു പ്രതി കൂടിയുണ്ടെന്നും ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും ചിങ്ങവനം പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ തൃശ്ശൂരിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഭർത്താവ് കണ്ണാറക്കരടിയാള തങ്ങനാൽ കുഞ്ഞുമോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യ ശനിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്ക് തുടർന്ന് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. നൈലോൺ ചരട് കഴുത്തിൽ മുറുക്കിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. ഭാര്യയെ സംശയിച്ചുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. കുഞ്ഞുമോനെ വീട്ടിലെത്തിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച ചരട് വീടിന് സമീപമുള്ള കുളത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് കടുത്ത പനിയെ തുടർന്ന് ദിവ്യ ഗുളിക കഴിച്ച ശേഷം മരിച്ചു എന്നായിരുന്നു ഈ കുഞ്ഞുമോൻ മറ്റുള്ളവരോട് പറഞ്ഞത്. പക്ഷേ ഇൻക്വസ്റ്റിനിടെ പോലീസിന് തോന്നിയൊരു സംശയമാണ് കൊലയാണ് എന്നത് തെളിയാൻ കാരണമായത്. ഞായറാഴ്ച രാവിലെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനെത്തിയ വരന്തരപ്പള്ളി പോലീസിന് ദുരൂഹത തോന്നി. കഴുത്തിലും മറ്റും പാടുകൾ ഉണ്ടായത് സംശയം ജനിപ്പിച്ചു. ഇതോടെ ഫോറൻസിക് വിരലടയാള വിദഗ്ധരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വരെ പോലീസ് കാത്തിരുന്നു. ഇതിനിടെ മൊഴിയെടുക്കുന്നതിനോടനുബന്ധിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഞായറാഴ്ച രാത്രി വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 40 വയസ്സാണ് കുഞ്ഞുമോന്. 34 വയസ്സുകാരിയെ ദിവ്യയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ദിവ്യ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ബസ്സിലായിരുന്നു. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലി സ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറിപ്പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്.
ദമ്പതികൾക്ക് 11 വയസ്സുള്ള മകനുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. കുഞ്ഞുമോനെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ സംശയത്തിന്റെ പേരിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് കുഞ്ഞുമോൻ എന്ന ഭർത്താവ്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി ഒറ്റനോട്ടത്തിൽ നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ ഇപ്പോൾ സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ICUവിലും ആയിരുന്നു. ICUവിൽ നിന്നുമാണ് ഇപ്പോൾ സെല്ലിലേക്ക്, അതായത് ഈ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് ആശുപത്രിയിൽ തന്നെ മാറ്റിയിരിക്കുന്നത്. ജയിലിലേക്ക് ഉടൻ മാറ്റില്ല. അതിനുള്ള സാഹചര്യത്തിൽ അഫാൻ എത്തിയിട്ടില്ല. എന്തായാലും ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്, സാധാരണ രീതിയിൽ പെരുമാറുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ അഫാൻ്റെ അവസ്ഥ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആത്മഹത്യാ ശ്രമം ഈ ജയിലിനുള്ളിൽ നടക്കുമ്പോൾ ഇനി കോമയിലാകും, അല്ലെങ്കിൽ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ആദ്യമൊക്കെ പുറത്തു വന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് ആശാവഹമായ പുരോഗതിയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കേസ് വളരെ നിർണായകമായ വിചാരണ എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വിചാരണയ്ക്ക് എത്തിയിരിക്കുന്ന ഈ കേസിൽ പ്രതിയെ വിചാരണ ചെയ്യേണ്ടതാണ്. പ്രതിയുടെ സാന്നിധ്യം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിയുടെ ഒരു ആരോഗ്യം വീണ്ടെടുക്കുക എന്നതും ഏറ്റവും വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് കേസിനെ സംബന്ധിച്ച്. കൂട്ടക്കൊലപാതകത്തിലെ 3 കുറ്റപത്രങ്ങൾ പോലീസ് സമർപ്പിച്ചിരുന്നു. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച പിറ്റേ ദിവസമായിരുന്നു അഫാൻ ജയിലിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജയിലിലുള്ള ശുചിമുറിയിൽ ഉണക്കാണ്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് തൂങ്ങി മരിക്കാനാണ് അഫാൻ ശ്രമിച്ചത്. ഈ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അഫാന് പരിക്കേൽക്കുന്ന സാഹചര്യമാണ്. ഞരമ്പൊക്കെ മുറുകിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില ആഘാതങ്ങളൊക്കെ അഫാൻ്റെ ശരീരത്തിലേറ്റിരുന്നു. എന്തായാലും പെട്ടെന്ന് മറ്റുള്ളവർ കാണുന്നു, ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. MICUവിലേക്കായിരുന്നു അഫാനെ ആദ്യം പ്രവേശിപ്പിച്ചത്. അത്രയും വളരെ ഗുരുതരമായിരുന്നു അഫാൻ്റെ അവസ്ഥ. പിന്നെ ഇനി എഴുന്നേൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. പക്ഷേ പ്രായം വെച്ച് കൃത്യമായ ചികിത്സ നൽകിയാൽ അഫാൻ ജീവിക്കും എന്ന തരത്തിലായിരുന്നു ഡോക്ടർമാരൊക്കെ പ്രതികരിച്ചത്. മാത്രമല്ല ഈ അഫാൻ്റെ കാര്യത്തിൽ പിതാവ് പ്രതികരിച്ചത് അഫാൻ എന്താണ് ചെയ്തതെന്ന് അഫാൻ അറിയാം. അപ്പോൾ അഫാൻ്റെ കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന തരത്തിൽ കൈവിട്ട രീതിയിലായിരുന്നു പിതാവൊക്കെ പ്രതികരിച്ചത്. എന്തായാലും കേസിലെ 3 കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞു. നിർണായകമായ ഘട്ടം കടന്നു കഴിഞ്ഞു. ഇനി വിചാരണ, അതിനുശേഷം ശിക്ഷാവിധി, അതിലൊക്കെ കടക്കാനുണ്ട്. ഇതിപ്പോൾ ഈ കേസിന് ശേഷം ഇത് 3ാമത്തെ തവണയാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ആദ്യം എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം എലിവിഷം കഴിച്ച ശേഷമാണ് അഫാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത്. അതിനുശേഷം തെളിവെടുപ്പിൻ്റെ അന്നത്തെ ദിവസം ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചതിന് പിറ്റേ ദിവസം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ആത്മഹത്യാ പ്രവണതയുള്ള പ്രതിയാണ് അഫാൻ. ഇനിയും അങ്ങനത്തെ ശ്രമം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണം, കൂടുതൽ സുരക്ഷ അഫാന് നൽകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ജയിൽ അധികൃതർ ഏത് രീതിയിലായിരിക്കും ഇനി അഫാനെ തിരിച്ച് ജയിലിൽ എത്തിക്കുമ്പോൾ അഫാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.